എൻ്റെ പൊന്നോ, ഒരുപാട് കാലമായി ഞാൻ ഗുരുവായൂർ പോകണം എന്നുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ അത് ഇന്നാണ് അതിന് ആ ഒരു കാര്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്. ഇതിപ്പോൾ വണ്ടി ട്രാവലർ ഇപ്പോൾ വരും. വൈഫ് ഹൗസിൽ നിന്നാണ് ഫാമിലികൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു യാത്ര, ഒരു തീർത്ഥാടന യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരിക്കും എന്നുള്ളത് പറയാനില്ല. കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് കേരളീയർ മാത്രമല്ല, ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുവായൂർ എന്ന് പറയുന്നത് വലിയൊരു ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാം കാണാം. അങ്ങനെ കാത്തു നിന്ന് ഞങ്ങൾ നമ്മുടെ വണ്ടി പോകുന്ന വാഹനം ട്രാവലർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം സീറ്റ് ഫില്ലാണ്. അത്യാവശ്യം എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ മൂഡിലാണ്. പുറകിലാണ് അദ്വൈതൊക്കെ ഇരിക്കുന്നത്. ഞാനും ദിവ്യയും ഒരു ഏറ്റവും പുറകിലുള്ള ഒരു സീറ്റിൽ അങ്ങനെ കിട്ടി. അങ്ങനെ മുന്നിൽ പാട്ടും അതുപോലെ തന്നെ കുറേ ഡാൻസും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ ഞങ്ങൾ പന്നിയങ്കര ടോൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പന്നിയങ്കര ടോൾ കഴിഞ്ഞ് നമ്മുടെ KGN-ൻ്റെ ഫ്രണ്ടിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ രണ്ട് സൈഡിലുമുള്ള ചിപ്സ് കടയിലെല്ലാം നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ കുതിരാൻ ടണലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. നോക്കുന്ന സമയത്ത് നല്ല മഴയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. യാത്ര വളരെ സുഖകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. കാരണം ഏകദേശം രാത്രി 10:30 കൂടിയിട്ടാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം 11 മണി കഴിയാറായി. 11 മണി കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും നല്ല ഒരു ഉറക്ക മൂഡിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വാഹനം കയറ്റുന്നത്. ശേഷം നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്കാണ്. അപ്പോൾ തൃശ്ശൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ റൗണ്ട്, അതായത് നമ്മുടെ തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മളപ്പോൾ ഇനി പോകാൻ പോകുന്നത്. അങ്ങനെ നേരെ തൃശ്ശൂർ റൗണ്ട് എത്തിയിട്ടുണ്ട്. റൗണ്ടിൽ നോക്കുമ്പോൾ രാത്രി ആയതുകൊണ്ട് വാഹനങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഗുരുവായൂർ യാത്രയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോർണിംഗ് നമ്മൾക്ക് ദർശനമൊക്കെ കിട്ടണമെങ്കിൽ രാത്രി തന്നെ നമ്മൾ അവിടേക്ക് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പുലർച്ചയ്ക്കുള്ള വാകച്ചാർത്തും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ തൃശ്ശൂർ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മുന്നിലൂടെ അങ്ങനെ GB റോഡിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അങ്ങനെ വാഹനം നമ്മുടെ തൊട്ട് മുന്നിലൊരു വണ്ടിയും കൂടി പോകുന്നുണ്ട്. അങ്ങനെ 2 ട്രാവലറായിട്ടാണ് നമ്മൾ ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. അങ്ങനെ ഗുരുവായൂരെത്തിയിരിക്കുകയാണ്. ഞാനും അദ്ദേഹം കൂടിയിട്ട് അമ്പലത്തിലൊക്കെ കയറി തൊഴുതി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 12:30 ഞങ്ങളിവിടെ ഗുരുവായൂരെത്തി. ശേഷം പിന്നെ നമ്മൾ 1 മണിക്കാണ് ക്യൂവിലേക്കൊക്കെ പോയത്. പക്ഷേ ഞങ്ങൾക്ക് ദർശനം കിട്ടുമ്പോൾ ഏകദേശം ഒരു 5 മണി സമയമായി. ഇപ്പോൾ സമയം 6:30 അല്ലേ? 5 മണിയായി നമുക്ക് ദർശനം കിട്ടുമ്പോൾ. അത്രയും അതായത് കാലത്തുള്ള പൂജകളെല്ലാം കഴിഞ്ഞ് കുറച്ച് ലേറ്റായി ഞങ്ങൾ ക്യൂവിൽ കയറി നിൽക്കാം. ഇന്നിപ്പോൾ 2ാം ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഗുരുവായൂരിൽ പിന്നെ ഉള്ളത്. എന്തായാലും അതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതാണ് കിഴക്കേ നടയിൽ നിന്ന് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഇതങ്ങനെയാണ്. 2 സൈഡുകളിലുമായിട്ട് നല്ല കടകളുണ്ട്, ഫാൻസി കടകളുണ്ട്, അതുപോലെ ചായ കടയുണ്ട്. പിന്നെ 2 സൈഡ് നല്ല കടകളാണ് ഉള്ളത്. പിന്നെ ടെക്സ്റ്റൈൽസ്, അതായത് ഇവിടെ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ പാൻ്റൊക്കെ ഇട്ട് വരുന്ന ആളുകളാണെങ്കിൽ മുണ്ട് ആവശ്യമായിട്ടുള്ള ആളുകളൊക്കെ വരുമല്ലോ. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. ഇപ്പോൾ 2 വണ്ടികൾ പുതുതായിട്ട് പൂജയ്ക്ക്, അതായത് പുതിയ വാഹനങ്ങളായിരിക്കും, അപ്പോൾ അതിൻ്റെ പൂജയ്ക്ക് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ വളരെ കളർഫുള്ളാണ് ഗുരുവായൂരിൻ്റെ പരിസരങ്ങളെല്ലാം. എന്തായാലും ഇതിനൊരു മാലയും ഇതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കട്ടെ.
നാളെ കല്യാണം അല്ലേ? നാളെ കല്യാണം. ഇവിടെ സ്റ്റേ ചെയ്യണം. തിങ്കളാഴ്ചയും ഇതുവരെയുണ്ട്. നീ ബാക്ക് സീറ്റില്ല. സീറ്റില് അതിന് സീറ്റില്ലല്ലോ ആ വണ്ടിയില്. അതിൽ ആവിടെന്ന് ഇല്ലടാ അതിലേ ആവിടെന്ന് പറയാ നിൽക്കേണ്ട കാര്യമില്ല. അതിൽ ആളില്ലേ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഗുരുവായൂർ തൊഴുതി ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മമ്മിയൊരു ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം ആനക്കോട്ട തുടർന്നുള്ള വീഡിയോ കാണാം.